ഇതൊരു ജെൻഡറിനോടുമുള്ള കാര്യമല്ല കേട്ടോ. ആണായാലും പെണ്ണായാലും നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യുമ്പോൾ വെദർ ഇറ്റ്സ് എ ഫ്രണ്ട്ഷിപ്പ്, വെദർ ഇറ്റ്സ് സംതിങ് എൽസ്, ടെൽ ദം യുവർ ഇൻറ്റൻഷൻസ് ക്ലിയർലി. If you are just looking for a friends with benefits, tell them. If you are only looking for sex, tell them. If you are looking for something serious, let them know. കഴിഞ്ഞ ദിവസം ഒരു റീൽ കണ്ടേ. അതിലെന്താണെന്നറിയോ, ജിഷ്ണു എന്ന് പറഞ്ഞ ആക്ടർ കാവ്യമാധവനായിട്ടുള്ളൊരു സീൻ. അതിലിങ്ങനെ കല്യാണമൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാവ്യമാധവനെ ഇങ്ങനെ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുന്ന ഒരു സീനാണ്. അതിന്റെ അടിയിൽ കമന്റ് വായിച്ചിട്ടില്ലേ, ഞാൻ ഞെട്ടിപ്പോയി. എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു മണ്ടൻ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാന്നുള്ളത്? ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്. നമ്മൾ റോഡിൽ പോണ പട്ടികളോട് കാണിക്കുന്ന ദയെങ്കിലും മനുഷ്യന്മാരോട് കാണിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഓപ്പോസിറ്റുള്ള ആളുടെ ഫീലിങ്ങിനെ ഒന്ന് മാനിക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക. സോ ബി ക്ലിയർ അബൌട്ട് യുവർ ഇന്റൻഷൻസ്. ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാം. ഇത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുകയും ചെയ്യും, പിന്നെയും ഹോപ്പ് കൊടുക്കുന്ന പോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ചിലപ്പോൾ അത് സിറ്റുവേഷൻഷിപ്പിലേക്ക് പോവും. ഈ കൂടെ നിൽക്കുന്ന ആളുകൾ ഒരുപക്ഷെ സ്നേഹം അധികം കിട്ടാതെ വളർന്നു വന്നവരോ, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നവരോ. നമ്മളിൽ ആർക്കാണ് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ വേണ്ടാന്ന് വെക്കാൻ പറ്റുന്നത്? അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് അത് വിഡ്രോ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അവരെ അത് ഒരുപാട് ബാധിക്കാം. ഒരുപക്ഷെ സെൽഫ് ഹാമിലേക്കും ഏതെങ്കിലും ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള കണ്ടീഷനിലേക്കും ഒക്കെ തള്ളിവിടാം. എല്ലാവരുടെയും കാര്യമല്ല. സം പീപ്പിൾ ക്ലിയർലി നോ വാട്ട് ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആ ഒരു ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇന്റൻഷൻസ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് യു ആർ ഗിവിംഗ് ദെം ആൻ ഓപ്ഷൻ, എ സ്പേസ് ടു ചൂസ് വാട്ട് ദേ റിയലി വാണ്ട്. ഐ ഹോപ്പ് യു വിൽ ഡു ദാറ്റ്.